പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനത്തിൻ്റെ 55-ന്റെ 1-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനർ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ സമൃദ്ധി ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് അയക്കുന്ന നിമിഷങ്ങളാണ്. ഇന്ന് നമുക്ക് വേണ്ടി കർത്താവിൻ്റെ വചനം പങ്കുവെച്ച് തരുന്നത് ഷാലോം TV-യിൽ നിരവധി പ്രോഗ്രാമുകളിലൂടെ നമുക്ക് സുപരിചിതനായ ശ്രീ എൽവിസ് കോട്ടൂരാനാണ്. കേരളത്തിനകത്തും പുറത്തും അതുപോലെ ഇന്ത്യക്ക് വെളിയിൽ അനേക രാജ്യങ്ങളിലും കർത്താവിന് വേണ്ടി അനേക ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തിലൂടെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങാം. ഭാര്യയോടും 6 മക്കളോടുമൊപ്പം കുടുംബസമേതം എറണാകുളം കച്ചേരിപ്പടിയിൽ താമസിക്കുന്നു. വലിയ സ്നേഹത്തോടെ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എൽവിസ് ബ്രദറിനെ കരങ്ങളടിച്ച് വചനവേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്ന് പറയാവോ? ഹല്ലേലൂയ. ഉറക്കമുണ്ടോ? ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മൾ ഇവിടെ പറയപ്പെട്ട എല്ലാ വചനങ്ങളിലും ഉണ്ടായിരുന്ന ഒരു പ്രത്യേക വാക്യമാണ് സന്തോഷിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിൽ ആനന്ദിക്കുക. പരിശുദ്ധാത്മാ പ്രത്യേകമായിട്ട് ഇന്ന് നമ്മളോടെല്ലാവരോടും ഇതാണ് പറയുന്നത്. 37-ാം സങ്കീർത്തനം, സങ്കീർത്തകൻ നമ്മളോട് പറയുന്നുണ്ട്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ നിറവേറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും വാങ്ങുവാൻ തയ്യാറായിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നീ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും, അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അർഹമായ നീതി ദൈവം നടത്തി തരുമെന്ന് ഉറപ്പായിട്ട് അവിടുത്തെ വചനത്തിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒപ്പം നിന്റെ അവകാശവും. ചിലപ്പോഴെങ്കിലും ഈ ലോകത്തിൽ നീതി നിഷേധിക്കപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും നമ്മൾ. സ്വാഭാവികമായ നീതി, സ്വാഭാവികമായ അവകാശങ്ങൾ പലതും ലഭിക്കാതെ അല്ലെങ്കിൽ പലതും നമ്മളിൽ നിന്ന് എടുക്കപ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ ലോകത്തിലെ മഹാഭൂരിപക്ഷം പേരും. അങ്ങനെ വലിയ ദുഃഖവും പ്രയാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ ദുഃഖിതരാകരുത്, നിങ്ങൾ നിരാശരാകരുത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഈ നിരാശയും ദുഃഖവും ഒക്കെ വരുന്നത്? പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിൽ ആനന്ദിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ വീണ്ടും വചനം നമ്മളോട് പറയുകയാണ്. 4 മുതലുള്ള തിരുവചനം പറയുന്നു, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ സന്തോഷിക്കണം? എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നിരാശ ദുഃഖമൊക്കെ വരുന്നതിൻ്റെ കാരണം എന്താണ്? ഒരൊറ്റ കാരണമേ വചനം നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ, ദൈവത്തിൽ ആനന്ദിക്കുവാൻ നമ്മൾക്ക് സാധിക്കണില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ പൗലോസ് ശ്ലീഹ എവിടെയാണ് ഇരിക്കണമെന്ന് അറിയാവോ? ഫിലിപ്പിയർ ലേഖനം എഴുതുമ്പോൾ
ആ ലേഖനത്തിൽ അനേകം പ്രാവശ്യം, ഏകദേശം 10-12 പ്രാവശ്യം ആ ലേഖനത്തിൽ മുഴുവൻ പൗലോസ് ശ്ലീഹ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സന്തോഷിക്കുവിൻ. റിജോയ്സ് മൈ പീപ്പിൾ. ഇത് പറയുമ്പോൾ അദ്ദേഹം കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, പുറത്തുള്ള മനുഷ്യരെ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ നിരാശരാകരുത്, നിങ്ങൾ സന്തോഷിക്കുവിൻ. പക്ഷെ നമ്മളൊക്കെ സന്തോഷിക്കുന്നവരാണ്. എവിടെയാ സന്തോഷിക്കുന്നതെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മുടെ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നിരാശയുടെയൊക്കെ കാരണമെന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് ആത്മശോധന ചെയ്ത് നോക്കി അറിയാം എന്താണ് അതിൻ്റെ കാരണം. നമ്മൾ ഈ ലോകത്തിലും ഈ ലോകത്തിലെ വസ്തുക്കളിലുമാണ് പലപ്പോഴും നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് പറയുകയാണ്, വചനം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്, നമ്മൾ ദൈവത്തിൽ ആനന്ദം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. യേശു നമ്മളെ പഠിപ്പിക്കുന്ന സത്യം അതാണ്. തൻ്റെ ശിഷ്യന്മാരെ 72 പേരെ യേശു പ്രേക്ഷിത വേലയ്ക്കായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഈ 72 പേരും പോയിട്ട് വലിയ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ്. കാരണം അവരിലൂടെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം പ്രവർത്തിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവർക്ക് വലിയ സന്തോഷമായി. കാരണം സാത്താൻ പോലും അവരെ അനുസരിച്ച് ഇറങ്ങിപ്പോയി പല മനുഷ്യരിൽ നിന്ന്. അങ്ങനെ വലിയ രോഗശാന്തിയും വലിയ അടയാളങ്ങളും വലിയ വിടുതലും പൈശാചിക ബന്ധത്തിലുള്ള വിടുതലെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. എന്നാൽ അവരുടെ സന്തോഷത്തെ നോക്കി ഈശോ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാവോ? രോഗങ്ങൾ സുഖപ്പെട്ടതിനെ ഓർത്തോ, സാത്താൻ നിങ്ങൾക്ക് കീഴ്പ്പെട്ടതിനെ ഓർത്തോ നിങ്ങൾ സന്തോഷിക്കണ്ട. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രത്യുത നിങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ രേഖപ്പെടുത്തിയതിനെ ഓർത്ത് സന്തോഷിക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ വചനം നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മേനെ നോക്കി പറയുന്നുണ്ട്. യേശുവിനെ നോക്കിയിട്ട് അമ്മയെ പുകഴ്ത്തി പറയുകയാണ്, നിന്നെ വഹിച്ച ഉദരം ഭാഗ്യമുള്ളവ, നിന്നെ പാലൂട്ടിയ സ്ഥലങ്ങൾ ഭാഗ്യമുള്ളവ. അങ്ങനെ യേശുവിനെ കണ്ടുകൊണ്ട് യേശുവിൻ്റെ അമ്മയെ പുകഴ്ത്തി പറയുകയാണ്. അപ്പോഴും ഈശോ പറയുന്നൊരു സത്യമുണ്ട്, ഇതിൽ ആനന്ദിക്കണ്ട, ഇതിലല്ല സന്തോഷിക്കേണ്ടത്, ഇതല്ല ഭാഗ്യം. എന്താണ് ഭാഗ്യം? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യമുള്ളവർ, അല്ലെങ്കിൽ അതാണ് ശ്രേഷ്ഠമായ ഭാഗ്യം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഈ രാത്രിയിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒന്ന് ആത്മശോധന ചെയ്യാൻ കർത്താവ് വിളിക്കുകയാണ്. നീ എവിടെയാണ് നിന്റെ സന്തോഷം കണ്ടെത്തുന്നത്? വേദപുസ്തകത്തിൽ ദൈവവിശ്വാസികൾ എല്ലാവരുടെ ജീവിതം നമ്മൾ നോക്കിയാൽ കാണാവുന്നൊരു സത്യമാണ്, അവരുടെ എല്ലാവരുടെയും ആനന്ദം ദൈവത്തിൽ മാത്രമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അല്ലെങ്കിൽ ദൈവഹിതം നിറവേറ്റുന്നതിലായിരുന്നു ഒരു വിശ്വാസി എപ്പോഴും ആനന്ദം കണ്ടെത്തിയിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ഈ ലോകത്തിലെ വസ്തുക്കള് നൈമിഷികമാണ്, നശ്വരമാണ്. മറിയമേ ഒരിക്കൽ മറിയത്തെ നോക്കി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ യേശു വ്യക്തമാക്കി പറയുകയാണ്, അതിൽ ആനന്ദിക്കണ്ട. കാരണം ഈ പുത്രൻ, ഇന്ന് ഈ കാണുന്ന ഈ രൂപം, എല്ലാവരും സ്തുതിക്കുന്ന ഈ രൂപം കാൽവരി മലയിലെ കുരിശില് അതിഭീകരമായി വികൃതമാക്കപ്പെടാനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം നശ്വരമാണ്. ഇതിൽ ആനന്ദം കണ്ടെത്തരുത്, അതിൽ സന്തോഷം കണ്ടെത്തരുത്, അതല്ല സൗഭാഗ്യം. മറിയത്തിന് അത് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് അത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈ ലോകത്തിലോ അന്റെ പുത്രന്റെ ആ പുത്രനിലെ കൂടെ നടന്ന അത്ഭുതങ്ങളിലൊന്നും മറിയം ആനന്ദിച്ചിരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തന്നെ കാൽവരി മലയിലെ കുരിശില് സ്വന്തം പുത്രനെ ബലി അർപ്പിക്കുമ്പോഴും മറിയത്തിന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു, അത് എന്നെക്കുറിച്ചും എൻ്റെ പുത്രനെ കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ ഇതുപോലെ
ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ അതിയായി ആനന്ദിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. ദൈവാനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം, ദൈവത്തിന് നന്ദി പറയണം. അതിൽ സന്തോഷിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിലായിരിക്കരുത് നിങ്ങളുടെ ആനന്ദവും സന്തോഷവും. പഴയ നിയമത്തിൽ നമ്മൾ അബ്രാഹത്തിനെ കാണുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ പ്രത്യേകത എന്താണ്? ഒരുവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഒരു ക്രിസ്ത്യാനിയുടെ സ്വഭാവ ഗുണം എന്താണ്? നമ്മളൊക്കെ വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്നവരാണ്. എന്താണ് വിശ്വാസം? ഒരു വിശ്വാസിയുടെ പ്രത്യേകത എന്താണ്? ഒരു ക്രൈസ്തവനെ എങ്ങനെയാണ് തിരിച്ചറിയുക? ഒരു ക്രൈസ്തവനെ തിരിച്ചറിയാനുള്ള വഴി തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നുണ്ട്. 1 തെസ്സലോനിയർ 5:15 16 വചനത്തില് പൗലോസ് ലീഹ പറയുകയാണ്, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കും. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. കാരണം ദൈവത്തിൽ ആനന്ദിക്കണം എപ്പോഴും. നമ്മളെ കുറിച്ചുള്ള ഒരു ക്രൈസ്തവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇതാണ്, നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അങ്ങനെ ഇരിക്കാൻ സാധിക്കുവോ പ്രിയമുള്ളവരെ? ഒരു വ്യക്തിക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുവോ? സാധിക്കും. സാധിക്കാത്ത കാര്യങ്ങളൊന്നും വചനം പറയാറില്ല. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് എപ്പോഴും സന്തോഷവാനായി ഇരിക്കാൻ സാധിക്കുക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വലിയ നിരാശയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറയാം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞു, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹാം വലിയ വേദനയിലൂടെ കടന്നുപോയ ഒരു നിമിഷം നമ്മൾ ബൈബിളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തൻ്റെ പ്രിയപുത്രനെ ബലിയായി അർപ്പിക്കുവാനായിട്ട് ദൈവം അബ്രാഹത്തോട് കൽപ്പിക്കുന്ന സമയമാണ്. പ്രിയമുള്ളവരെ, ആ അപ്പൻ വലിയ വേദനയോടുകൂടിയാണ് ആ യാത്ര ആരംഭിച്ചത്. എന്നാൽ വലിയ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ആ യാത്ര ആരംഭിച്ചത്. അതുകൊണ്ടാണ് അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്നത്? നമ്മൾ അനേകം സംഭവങ്ങൾ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചിരുന്നു, ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു, ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം ദേശങ്ങളും രാജ്യങ്ങളും സമ്പത്തും കഴിവുകളും എല്ലാം ഉപേക്ഷിച്ച് ദൈവം പറഞ്ഞ വഴിയിലേക്ക് നടന്നുപോയ ഒരു വ്യക്തി, ദൈവത്തിന്റെ പിൻചെല്ലിൽ നടന്നൊരു വ്യക്തി. അങ്ങനെ ദൈവത്തിൽ ആനന്ദിച്ച് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് നടന്നിരുന്ന അബ്രാഹത്തോട് ഒരു ദിവസം ദൈവം പറയുകയാണ്, നിന്റെ പുത്രനെ നീ എനിക്ക് ബലിയായിട്ട് അർപ്പിക്കണം. എവിടെയോ വെച്ച് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന അബ്രാഹം അറിയാതെ ദൈവം നൽകിയ ദാനത്തിൽ ആനന്ദിച്ചു പോയോ എന്നൊരു സംശയം. ദൈവത്തെക്കാൾ അധികമായി തൻ്റെ പ്രിയപുത്രനെ സ്നേഹിച്ചുവോ എന്നൊരു സംശയം. പുത്രൻ അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഗ്രഹമായി മാറി. ദൈവത്തിൽ ആനന്ദിച്ചിരുന്ന, ദൈവഹിതം നിറവേറ്റി നടന്നിരുന്ന അബ്രാഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ പുത്രൻ എങ്ങനെയോ ദൈവത്തെക്കാൾ അധികം സ്ഥാനം നേടിയെടുക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, നിന്റെ പ്രിയപുത്രനെ നീ ബലിയായി അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ അപ്പൻ ആ മകനെ ബലി അർപ്പിച്ചു. എങ്ങനെയാണ് ബലി അർപ്പിച്ചത്? വിലാപത്തോടും സങ്കടത്തോടും പരിഭവത്തോടും പരാതിയോടും കൂടിയല്ല, വേറെ ഗതിയില്ലാഞ്ഞിട്ടല്ല. അബ്രാഹാം തന്റെ പുത്രനെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ വേറെ ഒരു ഗതിയുമില്ല. ദൈവം പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? നമ്മളെങ്കിലും ചിലപ്പോഴൊക്കെ ഇതുപോലെയൊക്കെ നമ്മുടെ ക്രൈസ്തവ ജീവിതം നമ്മൾ ചെയ്യാറുണ്ട്. ചില നഷ്ടങ്ങൾ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മളും പറയും, പോയത് പോയി, വിധിയാണ്. ദൈവം അങ്ങനെയൊക്കെ ചിലത് ചെയ്യും. അബ്രാഹാം പരാതിയോടുകൂടിയല്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പുത്രനെ തന്നത്? കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പുത്രനെ തരേണ്ട ആവശ്യമുണ്ടായിരുന്നോ?
അബ്രാഹാം അങ്ങനെ ചോദിച്ചിരുന്നില്ല. ചിലപ്പോഴെങ്കിലും നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കണതാണ്. ചില അനുഗ്രഹങ്ങളൊക്കെ ദൈവം തിരിച്ചെടുക്കുമ്പോൾ, ചില അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ നഷ്ടമാകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, തിരിച്ചെടുക്കാനാണെങ്കിൽ എന്തിനാണ് അത് തന്നത്? എന്നാൽ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം അങ്ങനെ പറഞ്ഞിരുന്നില്ല. അബ്രാഹത്തിന് ഒരു പരാതിയുമില്ലായിരുന്നു, പരിഭവമില്ലായിരുന്നു. ഗതിയില്ലാതെയല്ല തൻ്റെ പുത്രനെ അബ്രാഹാം ബലിയായിട്ട് അർപ്പിച്ചത്. തികഞ്ഞ ബോധ്യത്തോടെ, എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം എൻ്റെ പ്രിയപുത്രൻ ബലിയായി അർപ്പിക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം എന്ന് അബ്രാഹാം വിശ്വസിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തെ ദൈവം പരീക്ഷിക്കാറുണ്ട്. ഇതുപോലെ അനുഗ്രഹമായിട്ട് തന്ന പലതും ചിലപ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുക, മകനെ, നീ ആരിലാണ് ആനന്ദിക്കുന്നത്? നീ ആരിലാണ് ആശ്രയിക്കുന്നത്? പ്രിയമുള്ളവരെ, അബ്രാഹത്തിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുക, അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ പുത്രൻ മരിക്കുക അല്ലെങ്കിൽ അവനെ ബലി അർപ്പിക്കുക എന്നതാണ് ദൈവഹിതം എങ്കിൽ അത് നിറവേറട്ടെ എന്ന് സന്തോഷത്തോടെ അർപ്പിച്ചവനാണ് അബ്രാഹാം. പ്രൈസ് ദി ലോർഡ്. കാരണം അബ്രാഹാം, ഈ മനുഷ്യരെല്ലാവരും ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, ഇവരെല്ലാവരും ആനന്ദം കണ്ടെത്തിയിരുന്നത്, സന്തോഷം കണ്ടെത്തിയിരുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോഴെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം എന്ന് പറയുമ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് മാത്രമാണ് ദൈവഹിതമെന്ന് നമ്മൾ വിചാരിക്കും. ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ പുറകെ ഓടി, ഈ ലോകത്തിൻ്റെ വസ്തുക്കളുടെ പുറകെ ഓടുവാൻ വേണ്ടി ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്നുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതേപോലെ ദൈവത്തെക്കാൾ അധികമായി മറ്റ് പലതിനും നമ്മൾ സ്ഥാനം കൊടുക്കുമ്പോൾ, മറ്റ് പലതിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും അവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവും. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വലിയ ഭക്തനായിരുന്നു ജോബ്, വലിയ വിശ്വാസിയായിരുന്നു ജോബ്. എന്നാൽ ജോബിനുണ്ടായിരുന്ന സമ്പത്ത്, ആടുമാടുകള്, വയലുകള്, ജോബിൻ്റെ മക്കള് എല്ലാം ഒരു സുപ്രഭാതത്തില് ജോബിന് നഷ്ടപ്പെട്ടു പോകും നമ്മൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് വചനം എങ്ങനെയാണ് പറയുക? ജോബിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ജോബ് ഭയപ്പെട്ടിരുന്നത് ജോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോബ് ഉടനെ പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ബൈബിളിൽ എവിടെ നോക്കിയാലും, ദൈവപുരുഷന്മാരോ സ്ത്രീകളോ ആരെ എവിടെ നോക്കിയാലും നമ്മൾ കാണാവുന്ന ഒരു കാര്യമാണ്, അവരെല്ലാവരും അവരുടെ പരമമായ ആനന്ദം കണ്ടെത്തിയിരുന്നത് ദൈവത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ദൈവം തന്ന, ദാനമായി തന്ന പലതിനെയും നമ്മൾ ആരാധിച്ചു പോകുന്നു. ദാനമായി നൽകിയതാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ പോകുന്നു. എൻ്റേത്, ഞാൻ നേടിയെടുത്തത്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് സമ്പാദിച്ചത് എന്നൊക്കെ പറയുമ്പോഴാണ് ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് നഷ്ടമായി പോകുന്നത്. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോബിനുണ്ടായിരുന്നെല്ലാം നഷ്ടമാകാൻ കാരണം സാത്താൻ അവ അപഹരിച്ചു എന്നാണ് പറയുക. സാത്താൻ അപഹരിക്കാൻ ദൈവം അനുവദിച്ചു. എന്തുകൊണ്ടാണ്? ജോബിനൊരു ഭയമുണ്ടായിരുന്നു. ഭയം എപ്പോഴാണ് വരിക? ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടാവുക. എൻ്റെ സമ്പത്ത്, എൻ്റെ മക്കള്, എൻ്റെ ആടുകൾ, എൻ്റെ കൃഷി, ഇങ്ങനെ എവിടെയൊക്കെയോ എൻ്റേതെന്നുള്ള സ്ഥാനം വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഭയമുണ്ടാവുക. ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഭയമുണ്ടാവില്ല. ഈ ഭയമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങൾക്കും വേദനകൾക്കും കാരണമായി തീരുന്നത്. ഇവിടെയാണ് സാത്താൻ പ്രവർത്തിക്കുക. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോബിന് ഭയം പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബ് ഉടനെ ഏറ്റുപറയുകയാണ്, എൻ്റെ സ്വത്ത്, എൻ്റെ കഴിവ്, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ സമ്പത്ത് എന്നൊക്കെ വിചാരിച്ചിരുന്ന ജോബ് പെട്ടെന്നെല്ലാം പോയി കഴിഞ്ഞപ്പോൾ പറയാണ്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ
നമ്മൾ ആത്മശോധന ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ദൈവം ഇങ്ങനെ ചില അവസരങ്ങളൊക്കെ അനുവദിക്കും, ചില നഷ്ടങ്ങളൊക്കെ ദൈവം അനുവദിക്കും. നിന്റെ ആശ്രയം എവിടെയാണ്? നിന്റെ ആനന്ദം എവിടെയാണ്? ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ വിശ്വാസവും പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ ദൈവത്തിൽ നേടിയെടുക്കുന്നതിൽ മാത്രം ആശ്രയിച്ചാണ് നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അവിടെയൊക്കെ ചില നഷ്ടങ്ങളോ വേദനകളോ ഉണ്ടാകുമ്പോൾ ഉടനെ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു. ദൈവത്തെ ചോദിക്കുകയാണ്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഇത്രയൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കർത്താവെ എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു? പരിഭവവും പരാതിയും പറയുന്ന ഒരു വ്യക്തിയാണോ? ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ ചിലപ്പോൾ എടുത്തു പോകുമ്പോൾ നിരാശയും ദുഃഖവും പറയുന്ന വ്യക്തിയാണോ? തിരിച്ചറിയ സഹോദര സഹോദരി, നിന്റെ ഹൃദയം ദൈവത്തിങ്കലേക്ക് ഉയർത്താനായിട്ട് കർത്താവ് പറയുകയാണ്. നമ്മളിപ്പോഴും സന്തോഷം കണ്ടെത്തുന്ന ഈ ലോകത്തിലും ലോകസുഖങ്ങളിലുമാണ്. നമ്മുടെ വിശ്വാസം ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് ദൈവം ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുവാനായിട്ട് അനുവദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നവരെല്ലാവരും ഈ സത്യം തിരിച്ചറിഞ്ഞ് അവർ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് തീരുമാനിച്ചു. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തില് നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. ബെത്സേദ കുളക്കടവിൽ കിടക്കുന്ന ഒരു തളർവാദ രോഗി. ഇന്ന് രാത്രിയിൽ ഇതുപോലെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ നേരിട്ട് കിടക്കുന്ന മക്കളോടും ഈശോ തമ്പുരാനോടൊരു വാക്യം പറയാനുണ്ട്. ബൈബിളിലെ ഏറ്റവും മനോഹരമായ വാക്യങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാവുന്ന കഥയാണ്. 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ അങ്ങനെ കിടക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ട് ഈശോ അയാൾ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? യേശു ചോദിച്ചു. 6-ാമത്തെ വചനം പറയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒച്ചത്തിലൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ വാതിൽക്കൽ വന്ന് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? നമ്മുടെ ജീവിതം ഏതവസ്ഥയിലാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കഷ്ടങ്ങൾ, ദുരിതങ്ങൾ ഉണ്ടെങ്കിലും, അതിൻ്റെ നടുവിൽ വന്നതുകൊണ്ട് കർത്താവിനൊരു കാര്യം നമ്മളോട് പറയാൻ സാധിക്കും: നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയാക്കി മാറ്റുവാൻ എനിക്ക് സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാ 38 വർഷം തളർവാദം പിടിപെട്ട് കിടന്ന മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് ഈശോ ചോദിക്കുകയാണ്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ആ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അയാൾ ഉടനെ പറയുകയാണ്, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രാത്രിയിൽ കർത്താവിന്റെ സ്പർശനം, അനുഗ്രഹം, കൃപ സ്വന്തമാക്കുവാനായിട്ട് ഉണർന്നിരിക്കുന്ന രാത്രിയുടെ യാമങ്ങൾ ഉണർന്നിരിക്കുന്ന ദൈവമക്കളെ, ഈശോയ്ക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തെ സുഖപ്പെടുത്തുവാൻ, കർത്താവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ നീതി നടത്തി തരുവാൻ കർത്താവ് തിരുമനസ്സാണ്. കർത്താവ് തയ്യാറാണ്. അത് ദൈവത്തിന് ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 38 വർഷം തളർവാദം പിടിപെട്ട് കിടക്കുന്നവർ ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനം കേൾക്കുന്ന, ഈ ആരാധനയില് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളായി നിൽക്കുന്ന എല്ലാ മക്കളോടും ഈശോയ്ക്കൊന്നേ പറയാനുള്ളൂ: ഐ ആം റെഡി ടു ഹീൽ യു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുവാൻ, അനുഗ്രഹിക്കുവാൻ, നിനക്ക് നഷ്ടപ്പെട്ടു പോയ തിരിച്ചു തരുവാൻ ദൈവം തയ്യാറാണ്. ഈ വചനത്തിന്റെ ഭാഗത്തിൽ അവസാനം ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ആ മനുഷ്യനെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ രാത്രിയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ അനുഗ്രഹം, ഈ സൗഖ്യം, ഈ വിടുതല്, ഈ ദൈവത്തിന്റെ സമാധാന സന്തോഷം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട്, ഈ മനുഷ്യൻ, സുഖം പ്രാപിച്ചു പോയ മനുഷ്യൻ ദേവാലയത്തിലേക്കാണ് അദ്ദേഹം പോയത്. ദേവാലയത്തിൽ ചെന്ന മനുഷ്യന്റെ പുറകെ ചെന്ന് ഈശോ അയാളെ തേടിപ്പിടിച്ച് ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാവോ? നീ ഇപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുന്നു, ഇതിനേക്കാൾ മോശമായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ, കൂടുതൽ മോശമായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ മേലിൽ പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 38 വർഷമായി കിടക്കുന്ന, തളർവാദം പിടിപെട്ട് കിടക്കുന്ന മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, നിന്റെ ഈ അവസ്ഥയുടെ കാരണം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ജീവിതത്തിൽ പല നഷ്ടങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ പഴി പറയാറുണ്ട്. കർത്താവേ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്നാൽ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ കർത്താവ് അതിനൊരു ഉത്തരം തരികയാണ്. രണ്ടാമത്, ഈ അവസ്ഥയിൽ നമ്മൾ പുറത്ത് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മളൊരു ദൈവത്തിന്റെ വചനം വായിക്ക് മനസ്സിലാകുകയാണ്. ഈ മനുഷ്യന്റെ തളർവാദത്തിന്റെ കാരണത്തെക്കുറിച്ച് കർത്താവ് പറയാതെ, നിന്റെ പാപമാണ് അതിന്റെ കാരണം. 38 വർഷമുള്ള തളർവാദം പിടിപെട്ടെടുക്കുന്ന മനുഷ്യൻ, അയാൾ ചെയ്ത പാപം എന്തായിരിക്കാം? ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കുന്നൊരു കാര്യമാണ്. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് പാപത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പ്രതിരൂപമാണ്. ഫോളൻ മാൻ. ആദ്യ പാപത്തിന്റെ ഫലമായി ദൈവകൃപ നഷ്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ പ്രതീകമാണ് ഈ 38 വർഷം തളർവാദം കിടക്കുന്ന തളർവാദ രോഗി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തെ നിഷേധിച്ച് കളഞ്ഞപ്പോൾ, ആദ്യ മനുഷ്യൻ ദൈവത്തെ തിരസ്കരിച്ച് കളഞ്ഞപ്പോൾ, ആദ്യ പാപത്തിന്റെ ഫലമായി മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നതായിട്ട് സഭ നമ്മളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, CCC നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ സംഭവിച്ച ഒരു കാര്യമാണ്, മനുഷ്യന് തൻ്റെ ആത്മാവിൻ്റെ മേലുണ്ടായിരുന്ന ആധിപത്യം. ആത്മീയ മനുഷ്യരാണ് നമ്മളെല്ലാവരും, ആത്മീയ മനുഷ്യരാണ്. ഈ ആത്മീയ മനുഷ്യനായ നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ മേൽ, ജഡത്തിൻ്റെ മേലുണ്ടായിരുന്ന ആധിപത്യം ആദ്യ പാപത്തിൻ്റെ ഫലമായി മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു സംഭവം നമ്മളെ സഭ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആത്മീയ മേഖലയിൽ, അതുകൊണ്ട് പൗലോസ്ലീഹ അതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ പൗലോസ്ലീഹ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, പ്രത്യേകിച്ച് ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ പ്രവർത്തിച്ചു പോകുന്നു. ദുർഭകനായ മനുഷ്യൻ ഞാൻ. എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്? ഞാനല്ല ചെയ്യുന്നതിലെ പാപമാണത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആദ്യ പാപത്തിന്റെ ഫലമായി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണത്. ഈ അവസ്ഥയാണ് ഈ തളർവാദ രോഗത്തിലൂടെ ഈശോ നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. തളർവാദ രോഗി എന്ന് പറയുമ്പോൾ അയാൾക്ക് കണ്ണ് കാണാം, അയാൾക്ക് പ്രാർത്ഥിക്കാം, അയാൾക്ക് ഭക്ഷണം കഴിക്കാം, നാട്ടുകാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ അയാളുടെ മനസ്സിൽ, ചിന്തയിൽ വിചാരിക്കുന്നത് പോലെ അയാളുടെ ശരീരം പ്രവർത്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലിരിക്കുന്ന ഇതേ അവസ്ഥയിലുള്ള അനേകം മക്കൾ ഇവിടെ ഉണ്ടായിരിക്കാം. പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നിങ്ങൾക്ക് ജീവിതത്തിലെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലായിരിക്കാം, ശാരീരിക മേഖലയിലായിരിക്കാം, മാനസിക മേഖലയിലായിരിക്കാം, ജോലിയിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, ദാമ്പത്യത്തിലായിരിക്കാം, കുടുംബത്തിലായിരിക്കാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ജീവിതം മുമ്പോട്ട് പോകാത്ത ചില അവസ്ഥകൾ, ഇതിനെയാണ് തളർവാദം എന്ന് പറയുക. ഈ അവസ്ഥയുടെ കാരണത്തെ നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ അവസ്ഥയിൽ നമുക്ക് മോചനമുണ്ട്. ഈ മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കർത്താവ് സുഖപ്പെടുത്താൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ അവസ്ഥയുടെ കാരണത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, അത് മനുഷ്യന്റെ പാപമാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ പാപം?
നമ്മളൊക്കെ ചെയ്യുന്ന പാപം എന്താണ്? ചിലപ്പോഴെങ്കിലും ആൾക്കാർ പറയാറുണ്ട്, ഞാൻ വലിയ പാപമൊന്നും ചെയ്യാറില്ല, ഞാൻ വ്യഭിചാരം ചെയ്യാറില്ല, ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, ഞാൻ ആരെയും പിടിച്ചു പറിച്ചിട്ടില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ എന്താണ് ഇത്ര വലിയ പ്രശ്നം? പ്രിയമുള്ളവരെ, മനുഷ്യൻ ചെയ്യുന്ന പാപം എന്താണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാപം ഒന്നേ ഉള്ളൂ, ആദവും ഹവ്വയും ചെയ്ത ഏക പാപം. ഈ പാപം എന്താണെന്ന് പൗലോസ്ലീഹ റോമാലേഖനത്തിൽ നമ്മളെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. റോമാലേഖനം 1-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനത്തിലൂടെയാണ് പറയുക, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എന്തു സംഭവിച്ചു? അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. പിന്നെ താഴത്തോട്ട് പൗലോസ്ലീഹ കുറേ പാപങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. ഈ അവസ്ഥ മുഴുവനും മനുഷ്യരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിൻ്റെ കാരണം ബേസിക് ഫണ്ടമെന്റൽ സിന്നാണ്. എന്താണ് ആ പാപം? ആ പാപം ഒന്നേ ഉള്ളൂ, ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തിയില്ല, അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നവരാണ്, മഹത്വപ്പെടുത്തുന്നവരാണ്. എന്നാൽ ദൈവത്തെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ദൈവത്തിന് നമ്മൾ നന്ദി പറയാറുണ്ടോ? നമ്മൾ പ്രാർത്ഥനാ കൂട്ടായ്മയിലും ധ്യാനത്തിലൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാവരും ഹല്ലേലൂയയും പ്രൈസ് ദി ലോർഡും പറയുന്നതാണ്. ഇവിടെ നമ്മൾ ഇത്രയും നേരം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒത്തിരി പേര് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും ഓർത്ത് ദൈവത്തിനെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? ഒരിക്കല് ഒരു ചേച്ചി എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്നാണ്. ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. ഒത്തിരി കാലം കർത്താവിന് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഒത്തിരി നാൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാം ദൈവത്തിന് വേല ചെയ്തിട്ട് അവസാനം അവർ ഒരു വിവാഹതയായി. വിവാഹം കഴിച്ച് വന്ന ഭർത്താവ് എന്ന് പറയുന്നത് മുഴുവനായ കുടിയനാണ്. ഏതു നേരവും മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്. മടുത്തു, ഒത്തിരി പ്രാർത്ഥിച്ചു, രക്ഷപ്പെടുന്നില്ല. അവസാനം നിരാശയായി, വേദനയായി. അവസാനം ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണം സഹോദര, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ ഏക ലക്ഷ്യവും ഉദ്ദേശത്തെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പ്രിയ സഹോദരി, ആയിക്കോട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ വ്യക്തി സ്തുതിക്കാൻ തുടങ്ങി. ആ സ്ത്രീ സ്തുതിക്കാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഭയങ്കര ഉച്ചത്തിൽ സ്തുതിക്കാം. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കണം. ദൈവം തന്ന ദാനങ്ങളെ ഓരോന്നിനെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കണം. ഓക്കെ, വീണ്ടും സ്തുതി ആരംഭിച്ചു. ഞങ്ങൾ സ്മാർത്ഥം തുടങ്ങിയപ്പോഴേ ഭയങ്കര ഭാഷാവരത്തിൽ ആ സ്ത്രീ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, നമുക്ക് നന്ദി പറയാം. അതെങ്ങനെയാണ് നന്ദി പറയണത്? ഓരോ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് തന്ന ജീവിതത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി. കർത്താവ് യേശുവേ, അങ്ങ് തന്ന ദാനമായി നൽകിയ ജീവിതത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്, നിനക്ക് ദാനമായി നൽകിയ ജീവിത പങ്കാളിയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ആ സ്ത്രീ പറയാണ്, അത് പറ്റുന്നില്ല. എന്നാ ഭർത്താവിനെ തൽക്കാലം മാറ്റി നിർത്താം. ഭർത്താവിൻ്റെ അമ്മയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഉടനെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാം, ആ സ്ത്രീ പറഞ്ഞ വാക്കറിയാവോ സഹോദര എന്താന്ന്? ഈ മനുഷ്യൻ വിവാഹം വരെ കള്ളു കുടിക്കത്തില്ലായിരുന്നെന്ന്. എന്നെ കെട്ടിയതിന് ശേഷമാണ് കള്ളുകൂടി തുടങ്ങിയെന്ന് പറയാം. ആ സ്ത്രീ ഓർത്ത് നന്ദി പറയാൻ പറ്റുമോ? പറ്റുന്നില്ല. എന്നാ അമ്മേനെ നമുക്ക് മാറ്റിവെക്കാം. അപ്പനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കാരണം ദൈവം തന്നതാണ്, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഈ ദാനത്തെ ഓർത്ത് നന്ദി പറയാനാണ് ദൈവം പറയണത്. ഉടനെ അവർ പറയുകയാണ്, അവരൊറ്റ മനുഷ്യൻ കാരണമാണ് ഈ കുടുംബം മുഴുവനും നശിച്ചിരിക്കുക. കാരണം ഈ മകനെ നശിപ്പിച്ചത് ആ അപ്പനാണ്. കള്ളു കുടിച്ച് വന്നാൽ ഒന്നും പറയത്തില്ല. പൈസ ഇല്ലെങ്കിൽ അപ്പൻ പൈസ കൊടുക്കും. അപ്പന് പേടിയാണ്.
ഈ ഒരൊറ്റ മനുഷ്യൻ കാരണമാണ് എൻ്റെ ജീവിതം ഇത്രമാത്രം നശിച്ചത്. പ്രിയമുള്ളവരെ, ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവസ്ഥ ഇതാണ്. നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് വലിയ വായിൽ പ്രാർത്ഥിക്കും, നമ്മൾ ഒത്തിരി സ്തുതിയും ആരാധനയും അർപ്പിക്കും. പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇതിനെയാണ് പാപം എന്ന് പറയുന്നത്. ഇതാണ് പൗലോസ്ലീഹ പറയാ. എന്നാൽ സാധാരണ മനുഷ്യർ ചോദിക്കും, ഇതിൻ്റെ അകത്ത് എന്താ പാപമിരിക്കണത്? ഇതേ ഉള്ളൂ ഏക പാപം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം നിന്റെ ജീവിതത്തിലെ എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ അനുഗ്രഹങ്ങൾ മാത്രമേ ദാനമായിട്ട് കാണുന്നുള്ളൂ. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയും. നമുക്ക് ആഗ്രഹിക്കാത്ത ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സ് വിങ്ങുകയാണ്, നമ്മൾ ദുഃഖിതരാകുന്നു, പരിഭവമായി, പരാതിയായി. അവിടെ നമുക്ക് ഹല്ലേലൂയ ഇല്ല, എങ്കിലും നമ്മൾ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ 3 വ്യക്തികളെ ഓർത്തുമ്പോഴൊക്കെ ഈ സ്ത്രീയുടെ ഹൃദയത്തില് വലിയ ദുഃഖവും നിരാശയും വെറുപ്പുമാണ് കടന്നു വരുന്നത്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനയുണ്ട്. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെ ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ സാധിച്ചിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുവിൻ. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടത്. ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ നമുക്ക് സന്തോഷമില്ല. കാരണം നമ്മുടെ ജീവിതത്തിലുള്ള നഷ്ടങ്ങളെ ഓർത്ത്, പ്രയാസങ്ങളെ ഓർത്ത് നമ്മളെല്ലാം ദുഃഖിതരും പരിഭവവും പരാതിയും പറയുന്നവരാണ്. എന്നിട്ട് ദൈവത്തെ കാണിക്കാൻ വേണ്ടി കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ അറിയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ സ്തുതിപ്പിന്, ആ നന്ദിക്ക് ദൈവത്തിന് ഉത്തരം തരാൻ പറ്റില്ല. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? പലപ്പോഴും നമ്മൾ പരിഭവവും പരാതിയും സങ്കടവും ദുഃഖത്തോടെയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് ഉത്തരം തരാൻ സാധ്യമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉത്തരം തരണമെങ്കിൽ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവത്തിന് ഉത്തരം തരാൻ സാധിക്കുകയുള്ളൂ. എന്താണ് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന? എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ അറിവോടുകൂടിയാണെന്നും അതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുമാണെന്ന് നീ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നന്മയാക്കിയിട്ട് മാറ്റും. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മൾ പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കർത്താവിൽ, നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒന്നിനെ കുറിച്ചും ആകുലരാകണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ദുഃഖത്തോടെയും വിലാപത്തോടെയും പരിഭവത്തോടെയും സങ്കടത്തോടെയും നഷ്ടബോധത്തോടെയും കൂടി പ്രാർത്ഥിക്കരുത്. ആ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കർത്താവിന് ഉത്തരം തരാൻ സാധിക്കില്ല. എന്നാൽ പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടത്? നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകണ്ട. നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണ്? അപേക്ഷയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ഈ ഒരു സത്യം നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ തളർവാദ അവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ ദൈവത്തിലല്ല നമ്മുടെ ആനന്ദം കണ്ടെത്തുന്നത്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമല്ല നമ്മൾ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തിന് നന്ദി പലപ്പോഴും പറയാറില്ല. കാരണം നമ്മളൊക്കെ നമ്മളിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ്, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉപവാസം അറിയാതെ നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കുന്നില്ല എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പൗലോസ്ലീഹ നമ്മൾ പറയും, എല്ലാം ദാനമായിരിക്കെ നിങ്ങൾ എന്തിന് അഹങ്കരിക്കുന്നു? ഈ അഹങ്കാരമല്ലേ ചിലപ്പോഴെങ്കിലും നമ്മളെ വീഴ്ചയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മളൊക്കെ എവിടെ നിന്നെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ തിരിച്ചറിയുക, അത് നമ്മുടെ അഹങ്കാരത്തിന്റെ മലമുകളിൽ നിന്നാണ് നമ്മൾ താഴെ വീഴുന്നുള്ളൂ. വേറെ ഒരു സ്ഥലത്ത് നമ്മൾ വീഴുന്നില്ല. എങ്ങനെയാണ് നമ്മൾ വീഴാൻ കാരണം? എന്താണ്? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കാതെ പോകുമ്പോഴാണ് ഈ വീഴ്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നറിയും. എല്ലാം ദാനമായിരിക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത് ദാനമാണെന്ന് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ജോബ് പറഞ്ഞതുപോലെ, എൻ്റെ സമ്പത്ത്, എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, എൻ്റെ ആടുകൾ, ഒരു കാലത്ത് അങ്ങനെ വിചാരിച്ചിരുന്ന ജോബ് എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഉടനെ ജോബ് തിരിച്ചറിഞ്ഞു എല്ലാം ദാനമായിരുന്നു. ജോബ് നിരാശയിലേക്ക് പോകുന്നില്ല.
ജോബ് പ്രത്യാശയുള്ളവനാണ്. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടും ജോബിനെ നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത. ജോബ് നിരാശയിലേക്ക് പോയില്ല, കാര്യം തിരിച്ചറിഞ്ഞു. ജോബിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 19-ാമത്തെ അധ്യായം ജോബിന്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. 23 വചനങ്ങളാണ്. ജോബിനെ ആശ്വസിപ്പിക്കാനായിട്ട് 3 സുഹൃത്തുക്കൾ വരുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില നഷ്ടങ്ങൾ, വേദന ഉണ്ടാകുമ്പോൾ ആശ്വസിപ്പിക്കാൻ ചില ആൾക്കാർ വരും. എന്നാൽ ആ 3 പേര് വന്നിട്ട് ആശ്വാസത്തിന് പകരം കുറ്റപ്പെടുത്തലുകളാണ് പറയുന്നത്. നീ വിധവകൾക്കെതിരെ പാപം ചെയ്തിട്ടുണ്ടായിരിക്കാം, നീ അന്യന്റെ വസ്തു സമ്പാദിച്ചിട്ടുണ്ടായിരിക്കാം, നീ അനാഥരുടെ സ്വത്ത് സമ്പാദിച്ച, ഇങ്ങനെ പല കുറ്റങ്ങളും ആരോപണങ്ങളും ജോബിനെതിരെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ജോബ് പറയുകയാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ പരിഹസിക്കണ്ട. ജോബ് പറയുകയാണ്, 23-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഇങ്ങനെ സ്വന്തപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട് അവസാനം മക്കള് പോയി, ആടുമാടുകൾ പോയി, ഭാര്യ പോയി, ഭവനം പോയി, അവസാനം ആരോഗ്യവും നഷ്ടപ്പെട്ട് കുഷ്ഠം പിടിച്ചിരിക്കുന്ന ജോബിന്റെ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. 19-ാമത്തെ അധ്യായം 23 മുതൽ വചനങ്ങൾ ജോബ് ഇങ്ങനെ പറയും, എൻ്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ, അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ, ഇരുമ്പ് നാരായോ ഈവവും കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ. ജോബ് പറയാണ്, എന്താ ജോബിന്റെ വാക്ക്? എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജോബ് നിരാശനായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോബ് ദൈവത്തിൽ യഥാർത്ഥത്തിൽ ആനന്ദം കണ്ടെത്തിയിരുന്നവനാണ്. നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ കുറ്റം പറയുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും ജോബ് പറയുകയാണ്, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. എന്തൊരു വിശ്വാസമാണെന്ന് നോക്കുക പ്രിയമുള്ളവരെ. ഇതാണ് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന, ഇതാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന. ജോബിന്റെ വായിൽ നിരാശയുടെയും പരിഭവത്തിന്റെയും പരാതിയുടെയും വാക്കുകൾ വരുന്നില്ല. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ യാചനകൾ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ദൈവത്തെ, ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവം എനിക്ക് നീതി നടത്തി തരും, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു എന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കണം, അതിൽ ആനന്ദിക്കാൻ സാധിക്കണം, അതിന് ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപുത്രനെ ബലിയർപ്പിക്കേണ്ടി വന്നു, സാരമില്ല. എവിടെയോ ദൈവത്തെക്കാൾ ഉപരിയെ പുത്രനെ സ്നേഹിക്കുകയോ മഹത്വപ്പെടുത്തുകയോ ചെയ്തു പോയി. അബ്രാഹം തിരിച്ചറിയുകയാണ്, അത് ദൈവഹിതമാണ്. അങ്ങനെ ദൈവത്തിന്റെ ഹിതം സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ആ ബലി അർപ്പിച്ചു. വചനം പറയാണ്, അബ്രാഹത്തിന് തന്റെ പുത്രനെ ദൈവം തിരിച്ചു നൽകി. പ്രൈസ് ദി ലോർഡ്. ജോബിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയത് മുഴുവനും ജോബിന് ഇരട്ടിയായി ദൈവം തിരിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ആത്മശോധന ചെയ്യുക. നമ്മുടെ ജീവിതം ദൈവത്തിലാണോ ആനന്ദിക്കുന്നത്? എൻ്റെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണോ? എൻ്റെ ജീവിതം നന്ദിയുടെയും കൃതജ്ഞതയുടെയും ഒരു ജീവിതമാണോ? അതോ നമ്മളൊക്കെ സ്വന്തം കഴിവിലും ബുദ്ധിയിലൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണോ? ഒരു വശത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിലും മറുവശത്ത് സ്വന്തം ബുദ്ധിയിലും കഴിവിലൊക്കെ ആശ്രയിക്കുന്നതാണ് ഒരു ഭക്തിയുടെ ജീവിതം. എന്നാൽ നമ്മൾ തിരിച്ചറിയുക, ദൈവത്തിൽ ആനന്ദിക്കണം. നമ്മളൊക്കെ ഈ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കഴിവുകളും ബുദ്ധിയിലേക്ക് ആശ്രയിച്ച് പോകുന്നവരാണ്. ദൈവം ദാനമായി നൽകിയതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. അങ്ങനെ ഈ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ വേഗം ദാനമായി തിരിച്ചറിയാതെ നമ്മൾ ചിലപ്പോൾ എൻ്റെ സ്വത്ത്, എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്ത്, എൻ്റെ ജോലി, എൻ്റെ മക്കൾ, എൻ്റെ ദാമ്പത്യം എന്നറിയാതെ നമ്മൾ പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നഷ്ടമായി പോകുന്നതെന്ന് തിരിച്ചറിയുക. എന്നാൽ ഇവ മുഴുവനും ദൈവത്തിന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിന്റെ ജീവിതം ദൈവത്തിന് സ്തുതിയുടെയും ദൈവമഹത്വത്തിൻ്റെ ഒരു ജീവിതമായിട്ട് നമ്മൾ മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷിക്കണം, എപ്പോഴും ആനന്ദിക്കണം. 38 വർഷം തളർവാദം പിടിപെട്ട് കിടക്കുന്ന മനുഷ്യൻ, നമ്മളെ ഓരോരുത്തരെയും പ്രതിപുരുഷനാണ് അയാൾ. ഈ ലോകത്തിലെല്ലാ മനുഷ്യരുടെയും പ്രതിപുരുഷനാണ് അയാൾ. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഈശോ വന്നു. ഈ രാത്രി നമ്മുടെ ജീവിതത്തിലും ഈശോ കടന്നു വരുമ്പോൾ ഈ ഒരു അവസ്ഥ നമ്മളിലുണ്ടോ എന്ന് നോക്കണം. വളരെ നല്ലതാണ്. 38 വർഷം കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ഈശോ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാവോ? അദ്ദേഹം പറയാണ്, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. പൗലോസ്ലീഹ നേരത്തെ ഞാൻ റോമാലേഖനത്തിൽ പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് നന്ദി പറയാനും സാധിക്കാത്തൊരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഈ തളർവാദ അവസ്ഥ. ഞാൻ പറഞ്ഞു, ഈ മനുഷ്യനോട് കർത്താവ് ചോദിക്കുകയാണ്, ദൈവം അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൗജന്യമാണ്, എല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കാത്തൊരു മനുഷ്യനാണ് ഈ മനുഷ്യൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതെല്ലാം ദാനമാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അത് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കുന്ന വ്യക്തികൾക്കാണ് ജീവിതത്തിലെ എല്ലാ അവസ്ഥയിലും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് നന്ദി പറയാനും സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുഃഖവും നിരാശയും നഷ്ടമൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ സമ്പത്ത്, എൻ്റെ നേട്ടം കൊണ്ടുണ്ടാക്കിയത് എനിക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾക്കൊക്കെ ദുഃഖവും നിരാശയും വരുന്നത്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുക, എല്ലാവരും പറഞ്ഞത് വാക്ക്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇത് പറയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏത് അവസ്ഥയിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. കാരണം ഇതെൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഉപരി നന്മയ്ക്കാണ് എന്ന് വിശ്വാസിയായുള്ള ഒരു വ്യക്തിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ദൈവത്തിൻ്റെ ഈ ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. നമ്മളിലെല്ലാം ഈ ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, എല്ലാം ദാനമാണ്. എന്നാൽ നമുക്കത് വിശ്വസിക്കാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സൽപ്രവൃത്തി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ഉപവാസം കൊണ്ട്, നമ്മുടെ ദാനധർമ്മ സൽപ്രവൃത്തി കൊണ്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതെന്നാണ് ഈ ലോകത്തിൽ വലിയൊരു ഭൂരിഭാഗം ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതാ ഒരുവന്റെ മുമ്പിൽ വന്നിരുന്ന സൗജന്യമായിട്ട് കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിട്ടും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം അതാണ്. കാരണം നമ്മൾ ദൈവത്തോട് ചോദിക്കുക, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഇത്രയും ഉപവസിച്ചിട്ടും, ഞാൻ ഇത്രയും ദാനധർമ്മം ചെയ്തിട്ടും, ഞാൻ ഇത്രയും ശുശ്രൂഷകൾ ചെയ്തിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിപ്പിച്ചു? നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മുടെ സൽപ്രവർത്തിയും പ്രാർത്ഥനയുടെയും സൽഗുണത്തിൻ്റെയും ഗുണമായിട്ടാണ് നമുക്ക് ദൈവ അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിന് തരുന്നുണ്ടെങ്കിൽ അത് ദൈവം സൗജന്യമായിട്ട് തരുന്നതാണ്, അത് ദാനമാണ്. പക്ഷെ അത് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ പ്രാർത്ഥിക്കുക, പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ദുഃഖവും നിരാശയും വേദനയും വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് 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 ദൈവത്തിൽ നിന്ന് നേടാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടില്ല, നമുക്കൊന്നും കിട്ടില്ല. ദൈവത്തിന്റെ ദാനമാണെന്നെല്ലാം തിരിച്ചറിയുന്ന വ്യക്തി നിന്റെ ജീവിതത്തിൽ എല്ലാ ദാനങ്ങളെ ഓർത്തും ദൈവത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുമ്പോൾ ആ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികമാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈ മനുഷ്യൻ പറയുകയാണ്, നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, വെള്ളം ഇളകുമ്പോൾ എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും മറ്റൊരുവൻ കുളത്തിൽ ചാടിയിരിക്കും. സ്വന്തം കഴിവിൽ അപ്പോഴും ആശ്രയിക്കുകയാണ് ആ മനുഷ്യൻ. കർത്താവേ, നിനക്ക് സുഖം പ്രാപിക്കണമെന്ന് പറയുമ്പോൾ അയാൾ പറയാണ്, എനിക്ക് സുഖം പ്രാപിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാവോ? ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും മറ്റൊരു വെള്ളത്തിൽ ചാടിയിരിക്കും, ഇല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആരും എന്നെ സഹായിക്കുന്നില്ല. അപ്പോഴും അയാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. കർത്താവ് അയാൾക്ക് സൗജന്യമായിട്ട് സുഖപ്പെടുത്താൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ രാത്രി നമ്മളോടും കർത്താവ് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നുള്ള വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആനന്ദിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മളൊരു സ്റ്റെപ്പ് എടുക്കണം. അങ്ങനെ എല്ലാം ദാനമാണ് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യവും വിടുതലും കർത്താവിന് സൗജന്യമായിട്ട് തരാനായിട്ട് സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ തന്നെയുള്ള ആശ്രയം, എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധിയിലുള്ള ആശ്രയം നമ്മൾ മാറ്റണം. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുമ്പോൾ, എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും. ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥകളുണ്ടായിക്കോട്ടെ, ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കട്ടെ, ഈശോ തയ്യാറാണ്. നമ്മളെ സുഖപ്പെടുത്താൻ കർത്താവ് തയ്യാറാണ്. പ്രിയമുള്ളവരെ,
അങ്ങനെ നിരാശ നമ്മൾ കാണുന്നുണ്ട്. വലിയ നിരാശയിലാണ് ഈ മനുഷ്യൻ കിടക്കുന്നത്. ഈ മനുഷ്യന്റെ ജീവിതത്തിലെ പാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്കുകളിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്താണ് ആ മനുഷ്യന്റെ ജീവിതത്തിലെ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നിരാശയിലാണ് ആ മനുഷ്യൻ കിടക്കുന്നത്. നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ ഇന്ന് നമ്മളോട് കർത്താവ് ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നോക്കുക. നിന്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ടോ? നിന്റെ ഹൃദയത്തിൽ നിരാശയുണ്ടോ? നീ ദുഃഖിതനാണോ, നിരാശനാണോ? അത് മാറ്റാനായിട്ട് കർത്താവ് പറയുകയാണ്. ഇതൊരു വലിയ പാപമാണ്. ദൈവത്തിൽ ആനന്ദിക്കാൻ സാധിക്കാത്ത വ്യക്തികളെല്ലാം ജീവിതത്തിൽ ഈ ദുഃഖവും നിരാശയും കടന്നു വരും. അങ്ങനെ കിടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിന്റെ ശക്തി പ്രകടമാവുകയില്ല. ഈ മനുഷ്യന് നിനക്ക് സുഖം പ്രാപിക്കണം ചോദിക്കുക. അയാൾ പറയാണ്, എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. ഇന്നിവിടെ ഇരിക്കുന്ന ആരെങ്കിലും, ഈ ശുശ്രൂഷ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? എനിക്കാരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ ജീവിതത്തിലെല്ലാം പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങൾ എന്ന് പറയുന്ന വ്യക്തികളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാൻ സാധിക്കില്ല. രണ്ടാമത്, സ്വന്തം ബുദ്ധിയിലും കഴിവിലും പ്രാർത്ഥനയിലും ആശ്രയിക്കരുത് പ്രിയമുള്ളവരെ. ദൈവത്തിൽ മാത്രമായിട്ട് ആശ്രയിക്കുക. കർത്താവ് ഇങ്ങനെ പറഞ്ഞ ആ വ്യക്തിയോട് കൈ നീട്ടിക്കൊടുത്തില്ല. എന്നാൽ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് കർത്താവ് നീട്ടിക്കൊടുത്തില്ല. കാരണം യേശു പറയാണ്, നീ എഴുന്നേൽക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക. അവൻ എഴുന്നേറ്റ് നടന്നു. യേശു നമ്മളെ വിളിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആനന്ദിക്കുവാനും ക്രിസ്തുവിൽ ആനന്ദിക്കുവാനും കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ എവിടെയെങ്കിലൊക്കെ ചില പാളിച്ചകൾ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. സാരമില്ല, അവയെല്ലാം നന്മയാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു തമ്പുരാൻ നമ്മുടെ മധ്യേ ഉണ്ട്. നമുക്ക് ഈ രാത്രിയിൽ ദൈവത്തിലേക്ക് നമുക്ക് തിരിയണം. നമ്മുടെ നഷ്ടങ്ങളിലേക്ക് നോക്കിയിരിക്കരുത്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റു പറയണം. ദൈവത്തിൽ ആനന്ദിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇത് പറയുമ്പോൾ മറിയം എത്രമാത്രം ദൈവത്തിൽ ആനന്ദിച്ചിരുന്ന് കാണുക. അത് പറയുമ്പോൾ മറിയത്തിൻ്റെ ജീവിതത്തിൽ അത്ര വലിയ ആനന്ദത്തിൻ്റെ സംഭവമൊന്നുമല്ല നടന്നിരുന്നത്. ആദ്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്, വിവാഹം കഴിക്കുന്നതിന് മുമ്പേ നീ ഗർഭിണിയാകണമെന്നാണ് അവളോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. എങ്കിലും മറിയത്തിൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ മറിയത്തിൻ്റെ എല്ലാ ദൈവവിശ്വാസികളും പ്രത്യേകതയാണ്, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അവർ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് അവർ ജീവിച്ചിരുന്നത്. സ്വന്തം മഹത്വത്തിന് വേണ്ടി അവർ ജീവിച്ചിരുന്നില്ല. നാട്ടുകാരും വീട്ടുകാരും എന്തിനാണ് വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തി പോലും എന്നെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഈ അവസ്ഥയിൽ ഇത്രയും വേദനയും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലും മറിയം സന്തോഷിച്ചിരുന്നു. എന്തിലാണ്? ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാനായിട്ട്, ദൈവത്തിൽ ആനന്ദിക്കുവാൻ അവൾ ആനന്ദിച്ചു. നാട്ടുകാരും വീട്ടുകാരും ആനന്ദിച്ചത് സ്വന്തം സുഖങ്ങളിലല്ല അവൾ ആനന്ദിച്ചിരുന്നത്. ദൈവഹിതം നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൽ ആനന്ദിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, പ്രസവ സമയമായി. ഒരു വീടില്ല, ഒരു സ്ഥലമില്ല. യോസേപ്പ് പിതാവ് വീട് തപ്പിപ്പോയി തിരിച്ചു വന്നവർ, മറിയമേ നമുക്കൊരു സ്ഥലം പോലും കിട്ടിയില്ല. അവസാനം ഒരു പശുത്തൊഴുത്ത് കാട്ടിത്തൊഴുത്ത് പറയാണ്, ഇവിടെയാണ് സ്ഥലം കിട്ടിയത്. സാരമില്ല, ഇതിലൊന്നും മറിയത്തിന് പ്രശ്നമില്ല. എന്തുണ്ട് എന്തില്ല എന്നുള്ളത് മറിയത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു വിഷയമായിരുന്നില്ല. അവളെന്നും ദൈവത്തിൽ ആനന്ദിച്ചിരുന്നു. കാരണം അവളുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. തൻ്റെ പുത്രന്റെ സാന്നിധ്യത്തിൽ, ദൈവ സാന്നിധ്യത്തിലാണ് മറിയമെന്നും ആനന്ദിച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ മറിയത്തെ കാൽവരി മലയിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം പുത്രൻ ബലിയായി അർപ്പിക്കപ്പെടുമ്പോഴും അവളുടെ ഹൃദയത്തിൽ അവൾ ദൈവത്തിൽ ആനന്ദിച്ചിരുന്നു. അത് ദൈവഹിതമാണ് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമുക്കൊരു പുതിയ ജീവിതത്തിന് തുടങ്ങാം. ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ശക്തി പ്രകടമാകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിലെല്ലാം നിറച്ചിരാൻ ദൈവത്തിന് സാധിക്കും. സങ്കീർത്തനം നമ്മളോട് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ വചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായം. ഇന്ന് ഇവിടെ പറഞ്ഞൊരു വചനമാണ്, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ദൈവത്തിൽ നിന്നെല്ലാം സൗജന്യ ദാനമാണ് തിരിച്ചറിയുക. ഇത് തിരിച്ചറിയുന്ന ഒരു വ്യക്തി വെറും നമ്മൾ വാക്കുകൊണ്ട് ഹല്ലേലൂയ പറയരുത്. നമ്മുടെ ജീവിതം ഒരു ഹല്ലേലൂയ ആയിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൽ ആനന്ദിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ജീവിക്കുക എന്ന് പറയുന്ന അർത്ഥം. മറിയവും യേശുവും എല്ലാ വിശുദ്ധന്മാരും എല്ലാ ശിഷ്യന്മാരും അവരുടെ ജീവിതത്തിൽ അവർ ആനന്ദം കണ്ടെത്തിയത് ദൈവത്തിലും ദൈവഹിതം നിറവേറ്റുന്നതിലുമായിരുന്നു. ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ
ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ ഭൗതിക കാര്യങ്ങളുടെ നേട്ടത്തിൽ നമ്മൾ ആനന്ദം കണ്ടെത്തണം. ഈശോ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ച കാര്യം നമുക്കും ഓർക്കാം. ഈ രാത്രിയിൽ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവയിലൊന്നുമല്ല നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത്. ഇതിൽ ആനന്ദിക്കുന്നവരുടെ ജീവിതത്തിൽ നഷ്ടമുണ്ടാവും, ദുഃഖമുണ്ടാവും, പ്രയാസമുണ്ടാവും. എന്നാൽ കർത്താവിൽ ആനന്ദിക്കുന്നവരുടെ ജീവിതത്തിൽ എല്ലാം അവൻ്റെ ജീവിതത്തിൽ നന്മയായിട്ട് പരിണമിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചിയുണ്ട്, ആ ചേച്ചിയോട് കാര്യം പറഞ്ഞു. നമുക്ക് സന്തോഷിക്കണം. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയാം. മദ്യപാനിയായ ഭർത്താവും ദൈവത്തിൻ്റെ ദാനമാണ് നിങ്ങൾ വിശ്വസിക്കണം. അത് നന്മയ്ക്കാക്കി മാറ്റുമെന്ന് വിശ്വസിക്കണം. അങ്ങനെ അവരെ കുറിച്ച് നന്ദി പറയാൻ പറഞ്ഞു. അങ്ങനെ ആ വ്യക്തിയെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഹൃദയത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃത്യം 3 ആഴ്ചയ്ക്ക് ശേഷം അവർ തിരിച്ചു വന്ന് പറയുകയാണ്, അത്ഭുതകരമായ ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നല്ലത് മാത്രമല്ല ദാനം. നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതിനകത്ത് നന്മയും തിന്മയും ഉണ്ടാകാം. ഈ നല്ലത് കിട്ടുന്നതിന് മുഴുവൻ ഹല്ലേലൂയ, ചീത്ത കിട്ടുമ്പോൾ പരിഭവം പറയരുത്. എല്ലാത്തിനും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും എല്ലാം നല്ലതാണെന്നും വിശ്വസിച്ച് എല്ലാത്തിനെയും ഓർത്ത് നമ്മൾ നന്ദി പറയുമ്പോഴാണ് അവയിലെല്ലാം ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ രാത്രിയിൽ ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ സുഖം പ്രാപിക്കാനായിട്ട് നമ്മൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ ദൈവത്തിൽ ആനന്ദിക്കണം. എല്ലാ കാര്യത്തിനും നമ്മൾ നന്ദി പറയണം. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കണം. എല്ലാം എൻ്റെ ഉപരി നന്മയ്ക്കാണെന്ന് വിശ്വസിക്കാൻ സാധിക്കണം. ജോബിനെ പോലെ നമുക്കും പറയാൻ സാധിക്കണം, കർത്താവ് എനിക്ക് നീതി നടത്തി തരും, എനിക്ക് നീതി നടത്തി തരാൻ ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർത്ത് പറയാൻ സാധിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാത്തിനകത്തും ദൈവം നന്മ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മനുഷ്യനെ പോലെ, ബത്ശേദ കൊളക്കടക്കുന്ന മനുഷ്യനെ പോലെ സ്വന്തം ശക്തിയിലും മറ്റുള്ളവരിൽ ആശ്രയിച്ച് നമ്മൾ കിടക്കരുത്. അങ്ങനെ കിടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്നും തളർവാദ അവസ്ഥയിലേക്ക് വരിക. എന്നാൽ യേശു ക്രിസ്തു വഴി സൗജന്യമായ രക്ഷ നമുക്ക് തരികയാണ്. യേശുവിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. ഈ രാത്രിയിൽ യേശുവിന് പൂർണ്ണമായി സമർപ്പിക്കുക. നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ഈശോ ചോദിക്കുമ്പോൾ യേശുവിനെ സ്വന്തമാക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ക്രിസ്തുവിന്റെ ഹിതം നിറവേറ്റിയ ഒരു ജീവിതം നയിക്കാൻ നീ ആഗ്രഹിക്കുന്നു, ദൈവഹിതം നിറവേറ്റിയ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് യേശു ചോദിക്കുന്നു. അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം തമ്പുരാന്റെ സന്നിധിയിൽ. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതം ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, ആത്മശോധന ചെയ്തു നോക്കുക. നമ്മളിൽ ഈ പാപമുണ്ടോ? നിരാശ, ദുഃഖം. 38 വർഷം ബലവാദം പിടികിടന്ന വ്യക്തിയോട് ഈശോ പറയുകയാണ്, ഇതിനേക്കാൾ മോശമായ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ നീ മേലിൽ പാപം ചെയ്യരുത്. എൻ്റെ വാക്കുകളെല്ലാം നിരാശയുണ്ടായിരുന്നു. എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. നമ്മൾ ചിലരെങ്കിലും ഇതുപോലെ പറയുന്നവരുണ്ട്. മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നവർ, മനുഷ്യരിൽ സന്തോഷം കണ്ടെത്തുന്നവർ, ലോകവസ്തുക്കളിൽ സന്തോഷം കണ്ടെത്തുന്നവർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. അത് നഷ്ടപ്പെടുമ്പോൾ ആരുമില്ല എന്ന നിരാശയിലേക്ക് നമ്മൾ പോകുന്നു. എന്നാൽ ഈശോ നമ്മളോട് പറയുകയാണ്, നീ എഴുന്നേൽക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. നിന്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഏറ്റുപറയുക. അപ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ വീണ്ടും കിട്ടും. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട് ഈ സംഭവം. ഇതേപോലെ അവന് സുബോധമുണ്ടായി എന്നാണ് പറയുക. എല്ലാം നഷ്ടപ്പെട്ട വലിയ നിരാശയിലായി. നിരാശയിൽ കഴിയുന്ന അവന് സുബോധമുണ്ടായി. എന്താണ് സുബോധം? ഞാൻ എന്തിനാ നിരാശപ്പെടുന്നത്? പന്നികളാണ് ഒരുപക്ഷെ ധൂർത്തപുത്രനെ ധ്യാനിപ്പിച്ചതെന്ന് പറയാം. പന്നികൾ പറഞ്ഞു, മകനെ, ഇവിടെ കിടന്ന് ദുഃഖിച്ചിട്ട് വിലപിച്ച് കിടന്നിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ടവയെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇവിടെ കിടന്ന് അധ്വാനിച്ചിട്ട് കാര്യമില്ല. നിന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോവുക. നിനക്കെല്ലാം ദാനമായി കിട്ടിയതല്ലേ. ആ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ സംഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പനോട് ചോദിക്കുക, എൻ്റെ ഓഹരി തരിക, എൻ്റെ സമ്പത്ത് തരിക, എൻ്റെ അവകാശം തരിക, എനിക്ക് അവകാശപ്പെട്ട എനിക്ക് തരിക എന്ന് പിടിച്ചു വാങ്ങിപ്പോയതാണ്. ഇതുപോലെ നമ്മളും ദൈവത്തിൽ ആനന്ദിക്കാതെ സ്വന്തം കഴിവിലേക്ക് ആശ്രയിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ചില പരാജയങ്ങൾ സംഭവിക്കുക. സാരമില്ല, വേദനിക്കണ്ട, ദുഃഖിക്കണ്ട. നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ ശക്തി കൊണ്ട് നേടാന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ ദാനമാണെന്നെല്ലാം തിരിച്ചറിയുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആനന്ദിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം.
എല്ലാത്തിനും നന്ദി പറയാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മൾ പരിശ്രമിക്കാം. അവിടെയാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാവുക. ഹല്ലേലൂയ. ധൂർത്തപുത്രനെല്ലാം തിരിച്ചു കിട്ടിയെങ്കിൽ, ജോബിനെല്ലാം തിരിച്ചു കിട്ടിയെങ്കിൽ, തളർവാദക്കാരന് ആരോഗ്യം തിരിച്ചു കിട്ടിയെങ്കിൽ, അന്ധന്മാർക്ക് കാഴ്ച തിരിച്ചു കിട്ടിയെങ്കിൽ, ആ യേശു ക്രിസ്തു നിനക്കും നഷ്ടപ്പെട്ടതെല്ലാം സൗജന്യമായിട്ട് തരും. ആ ദൈവത്തിന് നന്ദി പറയാം. കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി തമ്പുരാന്റെ സന്നിധിയിൽ കൊടുക്കുക. എല്ലാം ദാനമായിരിക്കെ എന്തിന് നീ അഹങ്കരിക്കുന്നു മനുഷ്യ? പൗലോസ്ലിയ ചോദിക്കുകയാണ്. എവിടെയെങ്കിലും നമുക്ക് ദുഃഖമുണ്ടോ, നിരാശയുണ്ടോ, നഷ്ടധൈര്യമായിരിക്കുന്നുണ്ടെങ്കിൽ രാത്രിയിൽ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ആനന്ദിക്കട്ടെ, കർത്താവിൽ നീ ആനന്ദിക്കുക. ഈ ലോകത്തിലെ ലോകസുഖങ്ങളിലോ നീ സന്തോഷം കണ്ടെത്തരുത്. ഈ ലോകത്തിലെ നേട്ടങ്ങളിൽ നീ സന്തോഷം കണ്ടെത്തരുത്. തന്ന ദാതാവിനേക്കാൾ ഉപരി ദാനങ്ങളിൽ നീ സന്തോഷം കണ്ടെത്തരുത്. എല്ലാം ദൈവത്തിൽ നീ ആനന്ദിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം. എന്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നിന്റെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ള ജീവിതമാണോ നീ നയിക്കുന്നത്? അതോ സ്വന്തം മഹത്വം തേടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഈ രാത്രിയിൽ കർത്താവ് പറയുകയാണ്, ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരിക. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം. അതെങ്ങനെയാണ്? ദൈവഹിതം നിറവേറ്റി നമ്മൾ ജീവിക്കണം. അത് എത്ര കഷ്ടമായാലും, എത്ര ലോകത്തിനും എത്ര ദോഷത്തരമായാലും അത് നിറവേറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ്, അങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ പ്രകടമാകും. ഹൃദയം കൊണ്ട് എല്ലാ നഷ്ടങ്ങളെ, വേദനകളെ, ദുഃഖങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിച്ചേ കർത്താവിനെ. എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചേ. ഈ രാത്രിയില് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി ഒരിക്കൽ കൂടി പ്രകടമാകും. ചെയ്ത കുളക്കടവില് നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു വന്ന വ്യക്തിയോട് ഇതാ യേശു നിന്റെ മുമ്പിലുണ്ട്. നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുക പ്രിയമുള്ളവരെ. സങ്കീർത്തനം 34:7 പറയുന്നുണ്ട്, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മളിൽ ആശ്രയിക്കരുത്, നമ്മുടെ കഴിവിൽ ആശ്രയിക്കരുത്. എല്ലാം ദാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാത്തിനോർത്ത് നന്ദി പറയാം. അപ്പോൾ നഷ്ടപ്പെട്ടു പോയതെല്ലാം വീണ്ടും ദാനമായി ദൈവം തരും. എല്ലാ മഹത്വം ദൈവത്തിന് കൊടുക്കാം. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നാവുകളും സ്തുതിക്കട്ടെ. ഈ രാത്രിയിൽ അത്ഭുതം കർത്താവ് ചെയ്യും. ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കർത്താവ് ചെയ്യും. നിങ്ങളുടെ തളർവാദ മേഖലയില്, നിങ്ങളുടെ നഷ്ടങ്ങളുടെ ജീവിതങ്ങളില്, നിങ്ങളുടെ പിശാച് കൊണ്ടുപോയതെല്ലാം ദൈവം തിരിച്ചു തരും. കർത്താവിനെല്ലാം അർപ്പിക്കുക. ജീവിതം പൂർണ്ണമായി യേശുവിന് അർപ്പിക്കുക. ദൈവം മഹത്വത്തിനായിട്ട് ജീവിക്കുക. ദൈവത്തിനെല്ലാം നന്ദി പറഞ്ഞ് കൃത്യത അർപ്പിക്കുക. എല്ലാം കർത്താവിന് കൊടുക്കുമ്പോൾ ദൈവം തിരിച്ചു തരും. ജോബിന് ഇരട്ടിയായി തിരിച്ചു കൊടുത്തെങ്കിൽ, ധൂർത്തപുത്രൻ എല്ലാം തിരിച്ചു കിട്ടിയെങ്കിൽ, തളർവാദ ആരോഗ്യം തിരിച്ചു കിട്ടിയെങ്കിൽ, നിനക്കും ഈ രാത്രിയിൽ കർത്താവ് തിരിച്ചു തരും. ദൈവത്തിൽ ആനന്ദിക്കട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. എല്ലായ്പ്പോഴും നന്ദി പറയട്ടെ. എല്ലാത്തിനും നന്ദി പറയുമ്പോൾ അവിടെ എല്ലാ സമൃദ്ധി ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ നമുക്കൊന്ന് നന്ദി പറയാം. നന്ദി നന്ദി നാഥാ, അധരം കൊണ്ടല്ല ഹൃദയം കൊണ്ട് സ്നേഹത്തിനാ എവിടെയോ അഹങ്കരിച്ചു പോയി. എല്ലാം ദാനമായിരിക്കും എന്റേതെന്ന് ചിന്തിച്ചു പോയി.